ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ഹൃദയപൂർവ്വം എറണാകുളം പൗരാവലി നൽകിയ സ്നേഹാദരവ് വലിയ അംഗീകാരമായി. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് കൊച്ചി കോർപ്പറേഷന്റെയും എറണാകുളം പൗരാവലിയുടെയും നേതൃത്വത്തിൽ സ്നേഹത്തിന്റെ നിറവോടെ നടന്ന സ്വീകരണവും അനുമോദനവും ശ്രദ്ധേയമായി. വെള്ളിയാഴ്ച വൈകിട്ട് എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയ ശ്രേഷ്ഠ ബാവ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ്, ഹൈബി ഈഡൻ MP, എറണാകുളം MLA TJ വിനോദ് തുടങ്ങിയ വിശിഷ്ടാതിഥികൾ എന്നിവരെ സ്കൗട്ട് ബാൻഡ് സംഗീതമഴ പെയ്ച്ച് സ്വീകരിച്ചു. അതീവ ആകർഷകമായി കേരള തനിമയുടെ പ്രതീകമായി കഥകളി സംഘം നടത്തിയ കേരള നടനം സദസ്സിനെ ശോഭയേകി. പൗരാവലിയുടെ പ്രതിനിധികൾ ബാവയെ നയിച്ചു. ശ്രുതിമധുരമായ പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടിക്ക് തുടക്കമായി. പൗരാവലി നൽകിയ സ്നേഹാദരവ് വ്യവസായ മന്ത്രി പി രാജീവ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ലെബനോണിൽ കാതോലിക്ക വാഴ്ചയ്ക്ക് പങ്കെടുത്തതും കടല് പോലെ ഇളകിയ പുത്തൻ കുരിശിലെ ബാവയുടെ സ്വീകരണവും എനിക്ക് അഭിമാനവും മറക്കാൻ കഴിയാത്തതുമായിരുന്നതായി മന്ത്രി പറഞ്ഞു. ആദ്യത്തേത് ദാവോസിലായിരുന്നു. ആഗമന സുറിയാനി സഭയുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്ന കാത്തോലിക്ക ബാവയായി ഗ്രിഗോറിയസ് തിരുമേനി ബസേലിയസ് ജോസഫ് തിരുമേനിയായി മാറുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. അവിടെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പ്രസംഗിച്ച ഘട്ടത്തിൽ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചുമെല്ലാം ഏറെ സ്നേഹത്തോടു കൂടിയാണ് അവിടെ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു സംഘം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ അനൂപ് ജേക്കബും എൽദോസ് കുന്നപ്പള്ളിയും ടൈസം മാഷും ഷീനിജനും ഉൾപ്പെടെയുള്ള സംഘം, ജോ മൈക്കിളും ഉൾപ്പെടെയുള്ള സംഘം ആ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയിരുന്നു. കേന്ദ്ര സംഘം ഉണ്ടായിരുന്നു. അതിനുശേഷം കടല് പോലെ ഇളകി മറിഞ്ഞ പുത്തൻകുരിശിലെ സ്വീകരണ ചടങ്ങിലും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. കടല് പോലെ ഇളകി മറിഞ്ഞ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിച്ച ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കാറ്റും കോളും നിറഞ്ഞ ആ കടലിൽ കപ്പലോടിച്ച് ഈ ശാന്തതയിലേക്ക് എത്തിച്ച നമ്മുടെ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവ, അദ്ദേഹത്തെ ഓർക്കുകയുണ്ടായി. ദീർഘകാലം എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് അസാധാരണമായ ആത്മധൈര്യത്തോടെ അദ്ദേഹം നയിച്ച ആ കപ്പലിനെയാണ് ഇപ്പോൾ വിശാലമായ പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും പുതിയ നമ്മുടെ കാത്തോലിക്ക ബാവ ബസേലിയസ് ജോസഫ് തിരുമേനി നയിച്ചുകൊണ്ടിരിക്കുന്നത്. പാത്രികീസ് ബാവ ലെബനോനിൽ കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികളെ സ്വീകരിച്ചതും മന്ത്രി ഓർത്തെടുത്തു. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുക എന്ന ദൗത്യമാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ മുതൽ ശ്രേഷ്ഠ ബാവ സ്വീകരിച്ചതെന്നും വെല്ലുവിളികൾ നിറഞ്ഞ വഴിയിൽ ധൈര്യത്തോടെ മുന്നേറാൻ ബാവയ്ക്ക് കഴിയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ അധ്യക്ഷനായി. പൗരാവലിയുടെ ഉപഹാരം MP ഹൈബി ഈഡൻ ബാവയ്ക്ക് സമ്മാനിച്ചു. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഹാരാജാസ് കോളേജിൽ ശ്രേഷ്ഠ ബാവയുടെ ഗുരുവായ പ്രൊഫസർ MK സാനു മാസ്റ്റർ 97 വയസ്സിലും മുഖ്യ പ്രഭാഷണം എത്തിയത് ഗുരുശിഷ്യ ബന്ധത്തിന് അമൂല്യ അനുഭവമായി. വാരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ, ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് അർഷാദ് അൽ ബദ്രി വടുതല, എറണാകുളം കരയോഗം ജനറൽ സെക്രട്ടറി P രാമചന്ദ്രൻ വേണു എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ TJ വിനോദ് MLA സ്വാഗതവും കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ KN അൻസിയ നന്ദിയും പറഞ്ഞു. ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവ മറുപടി പ്രസംഗവും നടത്തി. ശ്രേഷ്ഠ ബാവയുടെ നന്ദി പ്രസംഗം ഹൃദയത്തിൽ നിന്നുള്ളതായി. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹത്തിൽ വിഭാഗീയതയ്ക്ക് സ്ഥാനമില്ല. നന്മയുടെ മനുഷ്യരുടെ കൂട്ടായ്മയാണ് കാലത്തിന് ആവശ്യമെന്നും സ്കൂളുകളിൽ പാഠപുസ്തകത്തിനപ്പുറം സാമൂഹ്യ മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ പ്രത്യേകം സമയം നൽകിയ സംസ്ഥാന സർക്കാരിനെ ബാവ അനുമോദിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടതാണെന്നും ബാവ പറഞ്ഞു. കൊച്ചി നഗരത്തിൻ്റെ പരിച്ഛേദമായി ഈ കൂടിവരവ് മാറ്റപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. എത്രമാത്രം പ്രകീർത്തിച്ചാലും അഭിനന്ദിച്ചാലും മതിവരില്ല. ഈ ആദരവും സ്നേഹവും
ലഭിക്കുന്തോറും ഞാൻ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നുമുള്ള സ്നേഹം, എനിക്കുള്ള നിങ്ങളോടുള്ള എല്ലാവരോടുള്ള കടപ്പാട് ഈ സമയത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒത്തിരി വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് ഞങ്ങളുടെ പരിശുദ്ധ സഭ മുന്നോട്ട് പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മാന്യനായ യുവാവ് യൂത്ത് അസോസിയേഷൻ്റെ ഭാരവാഹിയും ലോക്കൽ പഞ്ചായത്തിൻ്റെ മെമ്പറുമൊക്കെയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യ സമുദ്രമാണ് ലോകത്തിലെ സമുദ്രത്തിൽ ഏറ്റവും കലുഷിതമായ അന്തരീക്ഷമുള്ള സമുദ്രമെന്ന്. ഇന്ത്യ സമുദ്രത്തിലൂടെ ദീർഘദൂരം കപ്പലോടിക്കുന്ന കപ്പിത്താന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക റിക്രൂട്ട്മെൻറ്റാണ്. ഏറ്റവും സമർത്ഥരായ കപ്പിത്താന്മാരായിരിക്കണം ഇന്ത്യ സമുദ്രത്തിലെ ദുർഘടമായ കപ്പൽ പാതയിലൂടെ കപ്പലോടിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് എന്നെ അതിൽ കോർത്തിണക്കി. മറ്റൊന്നുമല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞതുപോലെ അത്രമാത്രം കലുഷിതമായ ഒരു അന്തരീക്ഷമാണ് മുന്നിലുള്ളത്. എന്നാൽ അവിടെ ദൈവം കൂടെയുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ളത് മറ്റൊന്നുമില്ല എന്നുള്ളതായ ബോധ്യത്തിലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ നടക്കേണ്ടുന്ന വഴി ക്രൂശിൻ്റെ വഴിയാണെന്നുള്ളതായ ബോധ്യപ്പെടലിലും അവിടെ എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും. ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ തുടങ്ങി വൻ ജനാവലി പങ്കെടുത്തു.